narrow, but I'll be. ഞാൻ അമേരിക്കയിൽ വന്നപ്പോൾ തൊട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സിറ്റിയാണ് ന്യൂയോർക്ക്. സോ ഫൈനലി ഐ മേഡ് ഇറ്റ് ടു ദ സിറ്റി ഓഫ് ഡ്രീംസ്. വെൽക്കം ടു ന്യൂയോർക്ക്. നൈറ്റ് ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് സ്ഥലങ്ങൾ കാണുന്നൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് എയർബിൻബിയിലേക്കാണ് പോകുന്നത്. നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. സോ അവർ വന്ന് ഇതൊക്കെ അലമ്പാക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനെയുള്ള നല്ല കോസി ആൻഡ് ബ്യൂട്ടിഫുൾ എർത്തി കളർ ടൗണിലൊക്കെ വരുന്ന പ്രോപ്പർട്ടീസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ സ്ഥലത്ത് പോയാലും ഇതുപോലെ വീഡിയോ എടുത്ത് വെക്കും. ഇൻ കേസ് നമ്മൾ ഫ്യൂച്ചറിൽ വീടൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെയുള്ള കളർ ടോൺസ് ഒക്കെ കൺസിഡർ ചെയ്യാമല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ ഈ ഒരു ബാൽക്കണി വ്യൂവും കൂടെ നിങ്ങളെ കാണിക്കാം. ഇത് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ന്യൂ ജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ആൻഡ് ഇവിടെ ഒരു 2 to 3 ബെഡ്റൂംസ് ആൻഡ് 2 വാഷ്റൂംസ് ആണ് വരുന്നത്. ഈ ഒരു റൂമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് 1-2 പേരൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് ഓൺ ദ വേ ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ ഏതെടുക്കണം എന്നൊക്കെയുള്ള ഒരു ഡിസ്കഷനിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫുഡും കഴിച്ചിട്ട് ഇന്നത്തെ ഒരു നൈറ്റ് ഇവിടെ എൻഡായി. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. എന്നാണ് ഞങ്ങളുടെ ഡേ 1. സോ ഈ ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. അവരെനിക്ക് ഫുൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ന്യൂയോർക്കിൽ ഞാൻ ഇടുന്ന എല്ലാ ഡ്രസ്സും അവർ തന്നതാണ്. ഇവിടെ ട്രാൻസ്പോർട്ടേഷന് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് സബ്വേ ആണ്. ഇത് വെരി ഈസിയാണ്, പെട്ടെന്ന് എത്തുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്നൊരു കോഫി കുടിച്ചിട്ടാണ് ഞങ്ങളുടെ തുടക്കം. ഫസ്റ്റ് ഡേ ഇൻ ദി അജണ്ട. ആദ്യത്തെ ഡേ തന്നെ ആരംഭിക്കുന്നത് ഒരു നല്ലൊരു കോഫി ഷോപ്പിൽ പോയിട്ട് നല്ല ഒരു ഡ്രിപ്പ് കോഫി കുടിക്കാൻ പോവാണ്. എല്ലാ ഗ്യാങ്ങും ഉണ്ട്. കാർത്തി ബാക്കിൽ സുദർശൻ, ദീപ്ഷിക ആൻഡ് ദെൻ ശ്രുതി. സോ ഒരു നല്ല പ്ലേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ലൈക്ക് 7 minutes പോയി ഒരു നല്ല കോഫി എടുത്തിട്ട് ഡേ അങ്ങ് തുടങ്ങാം. അല്ലേ സ്ഥലം മോളെ? കോഫി കുടിച്ചിട്ട് തുടങ്ങാം. ഇറ്റ്സ് വെരി കോൾഡ് ആൻഡ് വിൻഡി ടു. സോ അവിടെ പിന്നെ ഇത് എന്താ പറയുക, ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ കുറച്ച് ഫേമസ് ആണ്. സോ അത് ഇവിടെ തന്നെ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഫുള്ളി ലെയർഡപ്പ് ആണ്. ഒരു രക്ഷയില്ലട്ടോ, ഭയങ്കര തണുപ്പാണ് ഇവിടെ. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. 2-3 ലെയേഴ്സിൽ ഞങ്ങൾ എല്ലാവരും ഡ്രസ്ഡപ്പ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെ മൈനസിൽ പോകും. അപ്പോഴാണ് ഇനി ഇവിടെ സീന്. പക്ഷെ ഇപ്പൊ തന്നെ ആ വിൻഡ് കാരണം കുറച്ച് അറിയാൻ പറ്റുന്നുണ്ട്. ബട്ട് സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ നമുക്ക് സ്ഥലമാണ്. சர்ப்ரைஸ் சுதர்ஷனுக்கு இன்னும் பொண்ணு கிடைக்கல கைஸ். ஸோ அதுக்கும் கொஞ்சம் சர்ப்ரைஸ் பண்ணுங்க. ப்ரே பண்ணுங்க. சர்ப்ரைஸ் பண்ணுங்க. கான்டாக்ட் பண்ணுங்க. ക്രിസ്മസ് സമയത്ത് ഈ ന്യൂയോർക്ക് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ലൈറ്റിംഗ് ഒക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സീസൺ തന്നെ ചൂസ് ചെയ്തത്. പക്ഷേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തേക്കും കയറണമെങ്കിൽ നല്ലോണം ക്യൂ നിന്നിട്ട് വേണം കയറാൻ. സോ അതിനൊക്കെ മൈൻഡ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. കാരണം ഹോളിഡേ സീസണിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റഷ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നാണ് ആ പാരഡൈസിൻ്റെ അകത്ത് കയറിയത്. ഒരു ചെറിയ കടയാണ് കണ്ടാൽ, പക്ഷേ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. അവരുടെ ഒരു ഗോൾഡൻ ആൻഡ് വൈറ്റ് തീമിലായിരുന്നു ആ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നത്. അകത്തൊന്നും നിൽക്കാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. സോ 1 by 1 ആയിട്ട് അവർ നമ്മളെ പേര് വിളിക്കുമ്പോൾ നമ്മൾ പോയി അത് വാങ്ങിക്കുക. സോ ഞാൻ അവിടെയുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്തു. അങ്ങനെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ടേസ്റ്റ് എന്നുള്ളത് അറിയില്ല. സോ നമുക്കത് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഒരു ഓട്ടം സ്പൈസ് ലാറ്റെ ആൻഡ് ദെൻ സ്ട്രോബെറി മോച്ച ഐസ് മോച്ച നോക്കാൻ അപ്പോൾ അവർ ഓർഡർ ചെയ്യും. അതെ, ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കണം. പക്ഷെ അത് ഇവിടെ നല്ല വേറെ സ്പോട്ടാണ്. അതുകൊണ്ട് ഞാൻ ലാറ്റെ പറഞ്ഞു. ഇവിടെ കിട്ടുന്ന ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ ചെറിയ കടയാണ്. அந்த ബിൽഡിങ്ങിൽ அந்த ഗാർഗോയിൽ മേലെ தான் സ്പൈഡർമാൻ ഇരിക്കും. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ക്രൈസ്ലർ ബിൽഡിംഗ്. സ്പൈഡർമാൻ ഫാൻസിനറിയാം. അവിടെ പുറത്തെ പ്രൊട്രൂഡായിരിക്കുന്നത് ഗാർഗോയിൽസ്, അവിടെയാണ് സ്പൈഡർമാൻ ഇരിക്കുന്നത്. ക്രൈസ്ലർ. ഞാൻ ന്യൂയോർക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലമാണ് സമ്മിറ്റ് വാണ്ടർബിൽറ്റ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഗ്ലാസ് ആണ്. താഴെയും മേലെയും സൈഡും കംപ്ലീറ്റ് ഒരു സ്കൈയിൽ നമ്മളങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ തരുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യാനാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ കയറുന്നതിന് മുന്നേ ഇതുപോലെ ഫോട്ടോ ഇങ്ങനെ എടുക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അത് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറിക്കൊണ്ടിരുന്നത്. അതെന്തിനാണെന്നുള്ളത് എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. സനമോളിപ്പോൾ എക്സ്പീരിയൻസിൻ്റെ ഇത് സ്കാൻ ചെയ്യാണ്. ഓക്കെ, ഇനി കീഴിൽ അഡ്ജസ്റ്റ് ചെയ്തോ സനമോൾ. താഴെ വരുന്നു.
പണ്ടെങ്ങാണ്ടോ ലിഫ്റ്റിൽ കയറിയ സമയത്ത് ഞാൻ ലോക്കായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലിഫ്റ്റിൽ കയറുക എന്നുള്ളത് എനിക്കൊരു പേടി സ്വപ്നമാണ്. ഇത് 93 ഫ്ലോർസ് മേലെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു ആങ്സൈറ്റി ഒക്കെ ഊഹിക്കാമല്ലോ. പിന്നെ അജിയും കാർത്തിയും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന്. പിന്നെ ഇത് ഓരോ ഫ്ലോർ കയറും തോറും ഇങ്ങനെ ബ്ലിങ്ക് ആവാൻ തുടങ്ങി. അതായിരുന്നു ഞാൻ ഏറ്റവും പേടിച്ച ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. ஃபர்ஸ்ட் ஃப்ளோர் ஃபர்ஸ்ட் லெவல் ஆஃப் எக்ஸ்பீரியன்ஸ் உள்ள போறோம். போய் பார்க்கலாம். എക്സൈറ്റഡ്. റെഡ് കളറായി എല്ലാരും. ഇവിടെ വൈറ്റ് ആയി. ഇവിടെ Oh, the full mirrored look. ഓ ഗ്ലാസ് വേണം. And that is the Chrysler building. ഞങ്ങളിപ്പോൾ ഉള്ളത് സമ്മിറ്റിലാണ് കേട്ടോ. മേലെ ഗ്ലാസ് ആണ്, ഇതിന്റെ താഴെ ഗ്ലാസ് ആണ്, സൈഡിൽ മൊത്തത്തിൽ ഗ്ലാസ്. ഇത് വ്യൂ എങ്ങനെയുണ്ട് സന? അടിപൊളി കേട്ടോ. അവിടെ ഈ കറക്റ്റായിട്ട് ഈ സൺലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ പിക്ചർ എടുക്കണം. അതാണ് ഞങ്ങളുടെ ഗോൾ. പിന്നെ But yeah, ഇതാണ് ഇത്. It overlooks the whole New York skyline. And ഇവിടെ മുകളിലത്തെ റിഫ്ലക്റ്റിൻ്റെ ആർട്ട് വർക്കാണ്. ഒരു മെർക്കുറി അല്ലെങ്കിൽ ഡ്യൂ ഡ്രോപ്സ് കണക്ക് നല്ല നല്ല ഒരു ഇതാണ്. ആൻഡ് ദെൻ അല്ലല്ല, അത് ഈ നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ മോഡലാണത്. സോ അതാണ് വാൻഡർബിൽറ്റിൻ്റെ റെപ്ലിക്ക. നൗ അപ്പോൾ അടുത്ത ലെവലിൽ ബലൂണൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസിലാണ് ഇരിക്കുന്ന സമ്മിറ്റിൽ. ഫുൾ ബലൂൺസ് ആണ് കേട്ടോ. എല്ലാം തട്ടിക്കളിക്കുകയാണ്. താഴെ ഗ്ലാസ് മേലെ ഗ്ലാസ്. സോ നമ്മളൊരു ഫുൾ ബബിൾ ഇരിക്കുന്ന പോലെ ഉണ്ട്. അടിക്കാൻ നോക്കിയ വമ്പൻ ഫോട്ടോ സെഷന് ശേഷം നമ്മൾ ആ സെക്കൻഡ് ഫ്ലോറിലെത്തി. ഇവിടെ ചുമ്മാ ജസ്റ്റ് വാക്ക് ഉണ്ട്. നമ്മൾ താഴെ നിന്ന് നേരത്തെ നിന്ന സ്ഥലത്ത് അവിടെയായിരുന്നു. ആ താഴെ നിന്നാണ് ഇപ്പോൾ നമ്മൾ പിക്ചറൊക്കെ എടുത്ത് പിന്നെ ഒരു റൂമിലേക്ക് പോയി. അവിടെയാണ് നമ്മൾ ആ ബലൂണിന്റെ സംഭവങ്ങളൊക്കെ ചെയ്തത്. ഇപ്പൊ നമ്മൾ തേർഡ് ഫ്ലോറിൽ കഫറ്റീരിയാണ്, കഫേ. അവിടെ പോയി നൈസിലിരുന്ന് കുറച്ച് നേരം ഇരുന്ന് ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് പുറത്തിറങ്ങിയാണ് കേട്ടോ. Guys, so we just saw the faces on the phone. I think that's Sana with the earmuffs. See? Sana with the earmuffs. This is Sana. Again Sana. See Sana. അങ്ങനെ നമ്മൾ ഫൈനൽ തേർഡ് ഫ്ലോർ വിച്ച് ഇസ് ദ കഫേ. അവിടെ പോവുകയാണ്. ഇനി ഒരു വല്ലതും കഴിക്കാൻ വല്ലതും നോക്കിയിട്ട് ചാർജ് യുവർ സെൽഫ് ആൻഡ് വാക്ക്. കുറേ മൈൽസ് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാവരും ഇവിടെ ഉണ്ട്. സോ We are into the cafe. cafe. As you're enjoying this gorgeous view, I will let you know that this is a world record holder. It is the tallest glass elevator in the world. Oh. Yeah, I was blown away when they told me that. I had no idea there were other glass elevators in the world. Creativity top, you can fit the entire... Now I'm sure you're probably wondering, when the heck is this glass box going to stop moving? And I'll tell you, So, one of the floors final observatory 3 is 101. highest glass elevator in the world ആണിത്. And now 65 meters. yeah. It feels your
കണ്ടോക്ക്. The whole downtown. It's insane. க்ரீம் உள்ள இருக்கு வேணாம். வால்நட் க்ரீம் பிரெட். ஆனா அது முடிக்க முடியாது எனக்கு. ஐயோ. ഇപ്പൊ എവിടെയാണ്? ടൈം സ്ക്വയർ. Let's go. Hey, I heard you. I'm going in the bin. Oh, it's done. Money, bro. One guy, not bad. He's dead, bro. I'm on the side. That's ഞങ്ങളിപ്പോൾ ടൈം സ്ക്വയറിലാണ്. ഞങ്ങളെ പിക്ചേഴ്സൊക്കെ എടുത്തു തന്നു. ഒരു നമുക്ക് കുറച്ച് നല്ല കിടിലം പിക്ചേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതാണ്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. So amazing, so lively. അതെ, Full of lights and energy. You can just feel it. And one of the busiest cities in the world, right? So ഇവിടെ എവിടെ ഫ്ലെയിം വെച്ചാലും കിടിലാണ് ലൈറ്റിങ്. സത്യം. So yeah. Oh, now I need to say ഭയങ്കര തണുപ്പം. ഈ ടൈം സ്ക്വയർ എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ്സ് ആൻഡ് വൈബ്രൻറ്റ് കളേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ വേറെ തന്നെ ആയിരുന്നു. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടെ മൊത്തത്തിൽ നടന്ന് കാലൊക്കെ നല്ല രീതിയിൽ പണിയായി. എല്ലാവരും മുന്നേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാലൊക്കെ നല്ലവണ്ണം വേദനിക്കും, കാരണം ഒരുപാട് നടക്കാനുണ്ടായിരിക്കും എന്ന്. കാരണം ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ നമുക്ക് കാറോ അല്ലെങ്കിൽ ഊബറോ ഒന്നും പോസിബിൾ അല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷത്തിൽ കുറേ വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു. അതിനും നമ്മൾ പൈസ കൊടുത്തിട്ട് കയറിയിട്ട് അവരിങ്ങനെ നമ്മളെ കൊണ്ട് കറക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ടാക്സിയൊക്കെ ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. മൊത്തത്തിലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ നല്ല ടയേർഡായിരുന്നു, ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ഉണ്ട്, അവർ നമുക്ക് പ്രൊഫഷണൽ ഫോട്ടോസ് എടുത്തു തരും. അപ്പോൾ ഒരുപാട് പേര് അവിടെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു നല്ല ഫോട്ടോഗ്രാഫറെ തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചു. നല്ല കിഡിലും പിക്ചേഴ്സും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ Day 2 അടുത്ത ഒരു പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.